Hi guys, it's Rafael and welcome to the video. 2025 സെപ്റ്റംബർ 11 പുലർച്ചെയോടെ ചൈനീസ് നടൻ യൂമിങ് ലോങ് ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ നിന്ന് ദുരൂഹമായി വീണു മരിച്ച സംഭവം പൊതുജനങ്ങളെ ഞെട്ടിച്ചു. സമീപകാലത്ത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സൂചന പുറത്തു വന്നിട്ടുണ്ട്. ഈ ദുരന്തം ബെയ്ജിംഗ് 798 ആർട്ട് ഗാലറി, ചിഹാവോ ആർട്ട് മ്യൂസിയം, റെഡ് ബ്രിക്ക് ആർട്ട് മ്യൂസിയം എന്നീ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് കാണുമെന്നാണ് ചിലരുടെ സംശയം. ഈ ആർട്ട് ഗാലറികൾ ബൾഗാരി ഹോട്ടലിനും സൺഷൈൻ അപ്പർ ഈസ്റ്റ് സൈഡ് റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റിക്കും സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ യൂമിങ് ലോങ്ങിന്റെ മരണത്തെ ചുറ്റിപ്പറ്റിയ ദുരൂഹത കൂടുതൽ വർദ്ധിച്ചു. 2025 ഓഗസ്റ്റ് 29 ഒരു ലൈവ് സ്ട്രീമിനിടെ യൂമിങ് ലോങ് തന്റെ ആരാധകരോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇന്ന് കാലാവസ്ഥ അത്ര നല്ലതല്ല. ആകാശത്ത് ഇരുണ്ട മേഘങ്ങളുണ്ട്. പുറത്തു പോകുമ്പോൾ ഒരു കുട കൊണ്ടുപോകാൻ മറക്കരുത്. ഞാൻ അടുത്തിടെ മാജിക് പഠിച്ചു. മരണം പോലും ചിലപ്പോൾ വളരെ കലാത്മകമായിരിക്കും. യൂമിങ് ലോങ്ങിന്റെ മരണത്തിന് ശേഷം ചില ആരാധകർ ശ്രദ്ധിച്ചത് മറ്റൊരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞ ഓരോ വാക്യത്തിന്റെ ആദ്യ വാക്കുകൾ ചേർത്തപ്പോൾ ഒരു രഹസ്യ സന്ദേശം രൂപപ്പെടുന്നുവെന്ന് അവർ പറഞ്ഞു. ആ സന്ദേശം ഇങ്ങനെയായിരുന്നു: ടുഡേ ഐ വിൽ ഡൈ. ഇന്ന് ഞാൻ മരിക്കും. ഇത് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വ്യാപകമായി ചർച്ചയായി. എന്നാൽ പലരും ശ്രദ്ധിക്കാതെ പോയ ഒരു വാക്യമുണ്ടായിരുന്നു: ഡെത്ത് ക്യാൻ ആക്ച്വലി ബി വെരി ആർട്ടിസ്റ്റിക്. മരണം പോലും കലാത്മകമായിരിക്കും. പുതിയ വിവരങ്ങൾ പുറത്തു വന്നതോടെ ഈ വാക്യത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു. ഇത് 3 ദുരൂഹ ആർട്ട് ഗാലറികളിലേക്കുള്ള സൂചനയായി ചിലർ കാണുന്നു. ഇപ്പോൾ സംഭവങ്ങളുടെ ക്രമം നോക്കാം. 2025 ജൂൺ 6 വൈകുന്നേരം 6:55 യൂമിങ് ലോങ് ഷിയാഹോൻഷോ എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തു. ക്യാപ്ഷൻ ഇങ്ങനെ: ഇന്ന് 798 ചെക്ക് ഇൻ. ആ ഫോട്ടോയിൽ അദ്ദേഹം ബെയ്ജിംഗ് 798 ആർട്ട് ഡിസ്ട്രിക്ട് പ്രവേശന കവാടത്തിന് മുന്നിൽ നിന്നാണ് ചിത്രമെടുത്തത്. ഡിസൻസ് ആ ചിത്രം സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ ചില വിവരങ്ങൾ കണ്ടെത്തി. ആദ്യമായി യൂമിങ് ലോങ്ങിന്റെ ഒരു സോളോ ഫോട്ടോഗ്രാഫി എക്സിബിഷൻ 798 ക്യൂബ് ഗാലറിയിൽ സെപ്റ്റംബറിൽ നടക്കേണ്ടതായിരുന്നു. അതിന്റെ അവസാന തീയതി സെപ്റ്റംബർ 12 എന്നാണ് ആദ്യം അറിയിച്ചത്. പക്ഷേ ഇപ്പോൾ ആ വിവരങ്ങൾ ഓൺലൈനിൽ കാണാനില്ല. രണ്ടാമതായി ജൂൺ 6 പോസ്റ്റ് ചെയ്ത ഫോട്ടോ പിന്നീട് ഡിലീറ്റ് ചെയ്തു. അതിലേറെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം അദ്ദേഹത്തിന്റെ ടീഷർട്ടിലെ ഇംഗ്ലീഷ് വാചകമാണ്: റോൾ ഡൗൺ യുവർ വിൻഡോ ആൻഡ് ഫീൽ ഹൗ ലെറ്റ്സ് റൺ എവേ ദ വൈൻഡ് ഹാവ് ചേഞ്ച്ഡ്. ചൈനീസിലേക്ക് വിവർത്തനം ചെയ്താൽ കാറിന്റെ വിൻഡോ തുറക്കും, കാറ്റ് എങ്ങനെ മാറിയിരിക്കുന്നു എന്ന് അനുഭവിക്കും, നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം, കാലം മാറിയിരിക്കുന്നു. ഇത് വായിച്ച ചിലർ ചിന്തിച്ചു, അദ്ദേഹം സ്വന്തം മരണത്തെ മുൻകൂട്ടി അറിഞ്ഞിരുന്നു. അതിനാൽ ഒരു ചോദ്യമായിരുന്നു: എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള സന്ദേശമുള്ള വസ്ത്രം ധരിച്ച് 798 ആർട്ട് ഗാലറിയുടെ മുന്നിൽ ഫോട്ടോ എടുത്തത്? റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹം അൺഫിനിഷ്ഡ് ബോർഡേഴ്സ് എന്ന പേരിൽ ഒരു സോളോ ഫോട്ടോഗ്രാഫി പ്രദർശനം നടത്താൻ പദ്ധതിയിട്ടിരുന്നു. ഈ പ്രദർശനം സെപ്റ്റംബർ 6 മുതൽ 11 വരെ നടക്കേണ്ടതായിരുന്നു. പക്ഷേ സംഭവത്തിന് മുമ്പ് തന്നെ അത് അപ്രതീക്ഷിതമായി റദ്ദാക്കി. പ്രദർശനത്തിലുള്ള കൃതികൾ നീക്കം ചെയ്തു. സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ശാന്തമായി ഇല്ലാതാക്കി. ഒരു അന്വേഷണ റിപ്പോർട്ട് പറയുന്നത് ഈ പ്രദർശനത്തിന്റെ ക്യൂറേറ്റർ ഷി ദാവോ ആയിരുന്നു. അദ്ദേഹം സ്ക്രീൻ റൈറ്റർ ലീമിങ് എന്നറിയപ്പെടുന്ന ജി ഗ്വാങ്വാങ്ങിന്റെ ഭർത്താവാണ്. ഷി ദാവോ ചൈനീസ് ഗായകൻ ഷിയോ മാച്ചിയുടെ മാനേജറുമാണ്. യൂമിങ് ലോങ്ങിന്റെ ആരാധകർ മറ്റൊരു കാര്യം കൂടെ കണ്ടെത്തി: ജി ഗ്വാങ്വാങ്ങും ഷി മാച്ചിയും 17 പേരടങ്ങുന്ന ഒരു ദുരൂഹ ഡിന്നർ മീറ്റിംഗിൽ പങ്കെടുത്തവരാണ്. ഷി ദാവോ സൺഷൈൻ അപ്പർ ഈസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ താമസിക്കുന്നവനാണെന്നും പറയുന്നു. ചില അന്വേഷണങ്ങൾ പറയുന്നത് ഷി ദാവോയും ജി ഗ്വാങ്വാങ്ങും യൂമിങ് ലോങ്ങിനെ 798 ആർട്ട് ഗാലറിയിൽ ഫോട്ടോഗ്രാഫി എക്സിബിഷൻ തയ്യാറാക്കാൻ സഹായിക്കാമെന്ന പേരിൽ അവിടെ തടഞ്ഞു വെച്ചിരിക്കാമെന്നാണ്. ചില വിവരങ്ങൾ പ്രകാരം യൂമിങ് ലോങ് ഒരു എക്സിബിഷൻ ഹാളിൽ എടുത്ത് ചില ഫോട്ടോകൾ ഉണ്ടായിരുന്നു. പക്ഷേ സംഭവത്തിന് ശേഷം ആരൊക്കെയോ അദ്ദേഹത്തിന്റെ വെബോ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് ആ ഫോട്ടോകളെല്ലാം ഡിലീറ്റ് ചെയ്തു. ആ ഫോട്ടോകളിൽ കാണപ്പെട്ടത് മുറി മുഴുവൻ കാർപ്പറ്റുകൾ വിരിച്ച ഒരു ഹാൾ ആയിരുന്നു. ഇത് ചിലരെ സംശയിപ്പിച്ചു. സംഭവത്തിന് മുമ്പ് യൂമിങ് ലോങ്ങിന്റെ ഫോൺ മറ്റൊരാളുടെ നിയന്ത്രണത്തിലായിരുന്നു. എന്നാൽ ആ കാർപ്പറ്റുകളുള്ള എക്സിബിഷൻ ഹാളിന്റെ യഥാർത്ഥ പേര് ഇന്നും സ്ഥിരീകരിച്ചിട്ടില്ല. ഇപ്പോൾ മറ്റൊരു സ്ഥലത്തെക്കുറിച്ച് സംസാരിക്കാം: റെഡ് ബ്രിക്ക് ആർട്ട് മ്യൂസിയം. ഇത് ബുൾഗാരി ഹോട്ടലിന് സമീപത്താണ്. ജാപ്പനീസ് ആർട്ടിസ്റ്റായ ചിഹാറോ ഷിയോട്ടയുടെ ചില കലാകൃതികൾ ഈ മ്യൂസിയത്തിൽ ഈ വർഷം വേനലും ശരത്കാലവും പ്രദർശിപ്പിച്ചിരുന്നു. ആ പ്രദർശനം ഓഗസ്റ്റ് 31 അവസാനിച്ചു. ആ കലാകൃതികൾ ചിലർക്ക് ഭയപ്പെടുത്തുന്നതും അസ്വസ്ഥതയുണ്ടാക്കുന്നതുമായിരുന്നു എന്ന് പറയുന്നു. ഒരു പ്രദർശനത്തിലുള്ള വസ്ത്രം യൂമിങ് ലോങ് മുമ്പ് ധരിച്ചിരുന്ന നീളമുള്ള വെളുത്ത വസ്ത്രവുമായി
വളരെ സാമ്യമുണ്ടായിരുന്നു എന്ന് ചിലർ ശ്രദ്ധിച്ചു. ഒരു നെറ്റിസൺ അഭിപ്രായപ്പെട്ടു, അവിടെ കാണുന്ന ലിബറേഷൻ ഷൂസ് യുമിങ് ലോങ് ഒരു ഡ്രാമയിൽ അഭിനയിക്കുമ്പോൾ ധരിച്ചിരുന്ന ഷൂസുകളാണ്. ഇത് യാദൃശ്ചികമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൂചനയോ? ഇതിനിടയിൽ ചൈനീസ് നടൻ ഗുവാദൻ ചെൻ വെബോയിൽ ചില ഫോട്ടോകൾ പോസ്റ്റ് ചെയ്തു. അവയിലൊന്നിൽ അദ്ദേഹം ചുവപ്പ് നൂലാൽ ബന്ധിക്കപ്പെട്ട നിലയിൽ കാണപ്പെട്ടു. അദ്ദേഹം എഴുതിയത് ഇങ്ങനെ: ഞാൻ അവനാണ്, ഞാൻ നിങ്ങളാണ്, ഞാൻ ഞാനുമാണ്. ഇത് കണ്ട ചിലർ ചിന്തിച്ചു, ഈ ദുരൂഹ ആർട്ട് എക്സിബിഷനും യുമിങ് ലോങ്ങും ഗുവാദ്വാൻ ചെന്നും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇവിടെ ഭയപ്പെടുത്തുന്ന സത്യമാണ് പുറത്തുവരുന്നത്. ബെയ്ജിംഗിലെ 3 സ്ഥലങ്ങൾ, ബുൾഗാരി ഹോട്ടൽ, 798 ആർട്ട് ഡിസ്ട്രിക്ട്, റെഡ് ബ്രിക്ക് ആർട്ട് മ്യൂസിയം, ഈ 3 സ്ഥലങ്ങളും വളരെ അടുത്താണ്. പക്ഷെ ചിലർ പറയുന്നത് അവ മുകളിലൂടെ മാത്രമല്ല താഴെയും ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നാണ്. ഒരു സീക്രട്ട് അണ്ടർഗ്രൗണ്ട് പാസേജ്. അതാണ് യുമിങ് ലോങ്ങിന്റെ കേസിനെ കൂടുതൽ ദുരൂഹമാക്കുന്നത്. എങ്കിൽ ആ രാത്രി ആ വഴിയിലൂടെ എന്താണ് സംഭവിച്ചത്? അതാണ് നമ്മൾ പാർട്ട് 2-ൽ പരിശോധിക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ കൂടി മറക്കരുത്. പാർട്ട് 2-വുമായി ഉടനെ ഞാൻ എത്തുന്നതായിരിക്കും. കാത്തിരിക്കൂ.